നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്രാവ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 കിലോ ഉണ്ട്. ഇത് വാഴയില വെച്ച് പൊള്ളിക്കാം. അതിനുശേഷം അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ ചിലർ തൊലി പൊളിച്ചെടുക്കും, ചിലർ അല്ലാതെ എടുക്കും, അരന്തപ്പി എടുക്കും. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അരന്തപ്പുക എന്നാണ്. അത് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ കൈ കുടിവെള്ളം തിളപ്പിക്കുന്ന അത്രയും വേണ്ട, കൈ മുക്കിയാൽ നന്നായിട്ട് പൊള്ളത്തക്ക രീതിയിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഒന്ന് അതിൻ്റെ ചിറകിലൊക്കെ വെട്ടിക്കളയുക. ചിറകിലൊക്കെ ഇതേപോലെ വെട്ടിയതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിൽ വേണോ നമ്മൾ പൊള്ളിക്കാൻ എടുക്കുന്നത് അതേ വലിപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. തലയുടെ ഭാഗം വെച്ചാൽ ആദ്യം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇതേ വലിപ്പത്തിലാണ് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോണത്. ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിടുക. പൊള്ളിക്കുമ്പോൾ നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്നതിൽ ഇച്ചിരി വലിപ്പത്തിൽ എടുക്കണം. ഇതേപോലെ നമ്മൾ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരന്തപ്പുക എന്നാണ് ഇതിന് പറയുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെ മേത്ത് അരം പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുക. 1-2 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കുക. അതേ തൊലി പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒന്ന് പുറമേ ഉള്ളത് നോക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ വരും. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ചകിരിയോ, നമ്മൾ തേങ്ങ പൊതിക്കുന്നതിൻ്റെ മുന്നേ ചകിരിയോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് അതിൻ്റെ അരം പോവും. കണ്ടോ, നമ്മൾ പൊളിച്ചെടുക്കുന്നതിൽ രുചി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലെയാണ് നമ്മൾ അരം തപ്പുക എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നാണ് അരം തപ്പുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ മാംസം ഒന്ന് കട്ടിയാകുകയും വേണം, നമ്മുടെ കൈയും പൊള്ളരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അല്ലാതെ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് കിടന്നാൽ നമ്മുടെ മീൻ്റെ മാംസം പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ചൂടുവെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നോർമൽ വാട്ടർ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായി. എൻ്റെ അരം മൊത്തം പോയി. അതേപോലെ ഇത് മുഴുവനും നമുക്ക് അതേപോലെ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു 6-7 പീസുണ്ട് കേട്ടോ. 1/2 കിലോ ആണെങ്കിലും 6-7 പീസുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആകുന്നില്ലേ? ബാക്കിയുള്ളത് കൂടെ നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്നാണ് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. പൊളിക്കുന്നതിലൊക്കെ വളരെ എളുപ്പമാണ്. മീനെല്ലാം നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിന് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു 10-12 ഉണക്ക മുളകാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു 2 സ്പൂൺ വെള്ളമേ ചേർക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കരുത്. നമുക്കിതെല്ലാം നന്നായിട്ട് വറുക്കാൻ വെക്കുന്ന അതേ രീതിയിൽ പുരട്ടി വെക്കേണ്ടതാണ്.
ഇത് അരച്ചുകൊണ്ട് വരാം. എല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ആ ഉപ്പും എല്ലാം മസാലയെല്ലാം ഈ മീൻ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഈ 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് മറ്റ് ചേരുവകളൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് സ്രാവ് പൊള്ളിക്കാം. പൊള്ളിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഇൻഡാലിയത്തിൻ്റെ. അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു ഇല വെച്ച് നമ്മൾ ഒരു ഇല കൂടെ വെച്ച് കൊടുക്കുകയാണ്. കാരണം അടിയിലിരിക്കുന്ന ഇല കരിഞ്ഞു പൊട്ടിയാലും മേളിൽ ഒരില വെച്ചാൽ അത് നമുക്ക് കരിഞ്ഞു പൊട്ടി പോവില്ല. ഗ്രേവി ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇലയൊന്ന് വാടി വരട്ടെ. ഇലയൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നത്. 2 വാഴയില നമ്മൾ വെച്ച് അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. നല്ല നാടൻ കറിവേപ്പിലയാണ്. ഇതേപോലെ നമ്മൾ കറിവേപ്പില ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനില്ലേ, ആ മീൻ ഇതേപോലെ ഈ ഇലയുടെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. തുറന്നിട്ട് മീനൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. മീൻ ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ മീനെല്ലാം നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. എല്ലാ മീനും നമ്മൾ മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവോള മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരല്പം ഇഞ്ചി. നമ്മൾ ഇഞ്ചി അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കൊത്തി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോളയും തക്കാളിക്കൊക്കെ ഉപ്പ് വേണ്ടേ, അതിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് നമ്മൾ പാലെടുത്തിട്ടുണ്ട്. ഈ 2ാം പാൽ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിൽ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം.
നല്ല ചെറു തീയിലിരുന്ന് നമ്മുടെ ഉള്ളി സവള എല്ലാം നന്നായിട്ട് വെന്തലിഞ്ഞ് നല്ല ഗ്രേവിയായി ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം അങ്ങ് തിളയ്ക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതിലേക്ക് 2 കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. പയ്യെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ 1-ാം പാൽ ഒഴിച്ച് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തിപ്പെടാനായിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് പൊള്ളിച്ചത്, സ്രാവ് വാഴയിലയിൽ പൊള്ളിച്ചത് റെഡിയായി. അപ്പം ഇനി ഇവിടെ ഉപ്പൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പെല്ലാം നല്ല കറക്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇത്രയും മതി. അപ്പം പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്കിനി കാണാം. താങ്ക് യു.